ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഓശാന ഞങ്ങളെ രക്ഷിക്കണമേ എന്ന ഓർമ്മപ്പെടുത്തലായി വീണ്ടും മഹത്വപൂരിതമായൊരു പ്രവേശനത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളാണത്. ആ ദിവസം ആ ഗ്രാമമോ പ്രദേശമോ ആ തെരുവോരോ ഒക്കെ വളരെയേറെ ശബ്ദായമാനമായിട്ടുണ്ടാവണം. ജനങ്ങൾ പതിവില്ലാത്ത വിധം സന്തോഷത്തോടെ അവരുടെ രക്ഷകനെ കാണുവാനും സ്വീകരിക്കുവാനും അനുമോദിക്കുവാനും ആശ്രയം അർപ്പിക്കുവാനും കടന്നു വന്നിട്ടുണ്ടാവണം. അവരെല്ലാവരും ഏകസ്വരത്തിൽ കയ്യിലേന്തിയ കുരുത്തോലയോ ഒലിവിൻ ശാഖകളോ വഹിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഓശാന, രക്ഷിക്കണമേ എന്ന തിരിച്ചറിവാണത്. രക്ഷിക്കാൻ ക്രിസ്തുവിനോളം വേറെ ആരുമില്ല എന്ന നല്ല ബോധ്യപ്പെടൽ, തിരിച്ചുവരവാണത്. ഇനി അവൻ്റെ മുമ്പിലാണ് ജീവിതം പൂർണ്ണമായി സമർപ്പിക്കേണ്ടതെന്ന് അവർക്ക് തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. കരുതി വച്ചിരിക്കുന്ന ആ ഒലിവിൻ്റെ ശാഖകളൊക്കെ അവരെ നന്നായി ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. വെട്ടിമിനുക്കി കോതിയെടുക്കുന്നിടത്തുനിന്നും തളിരിലകൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ ഒരു പ്രതീക്ഷയാണ്. അതും കരങ്ങളിലേറ്റി ക്രിസ്തുവിൻ്റെ മുമ്പിലേക്ക് അവനെ സ്വീകരിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, ആദരിക്കുമ്പോൾ അവർ വ്യക്തമാക്കി പറയുന്നുണ്ടായിരുന്നു, ഇനി ഞങ്ങളുടെ പ്രതീക്ഷ, ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ സന്തോഷം അതെല്ലാം നീ തന്നെയാണ്. പൂർണ്ണമായൊരു സമർപ്പണമായി അത് മാറപ്പെടുന്നുണ്ട്. വഴിയോരങ്ങളിൽ അവർ വിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമർപ്പണമാണ്. തങ്ങൾക്കുള്ളത് ദൈവത്തിൻ്റെ മുമ്പിലേക്ക് വിട്ടുകൊടുക്കുന്ന മനുഷ്യരുടെ പച്ചയായ സമർപ്പണം. അതിലൂടെ തന്നെ ക്രിസ്തു കടന്നു പോകട്ടെ. ഇനി അങ്ങ് ജീവിക്കേണ്ടത് ഞങ്ങളിലൂടെയാണ്, ഞങ്ങളുടെ ജീവിതത്തിലൂടെയാകുന്നു, ഞങ്ങളുടെ ചിന്തകളിലൂടെയാകുന്നു എന്ന് ഏറ്റവും വ്യക്തമായി അവർ പറഞ്ഞു തന്നുകൊണ്ടേയിരുന്നു. ഒരു സാധാരണ മനുഷ്യൻ്റെ രൂപത്തിലും ഭാവത്തിലും ആഡംബരങ്ങളില്ലാത്ത ആത്മീയയുടെ അഴകായി ക്രിസ്തു കഴുതപ്പുറത്തിങ്ങനെ കടന്നു വരുന്നുണ്ട്. സ്വീകരിക്കുവാൻ ജനങ്ങൾ, എല്ലാ മനുഷ്യരും ഒന്നുകൂടുന്നുണ്ട്. ഇന്നും ആവർത്തിക്കപ്പെടുന്നുണ്ട്. കയ്യിലെടുക്കുന്ന കുരുത്തോലകളും അതുപോലെ തന്നെ ഒലിവ് ശാഖകളുമായിട്ടൊക്കെ മനുഷ്യർ എല്ലായിടങ്ങളിലും ഓശാന വിളിക്കുന്നുണ്ട്. ആഴമായിട്ടൊന്ന് ചിന്തിക്കട്ടെ. വിളിക്കുന്ന ഓശാന കൃത്യമായ അളവിലും നന്മയിലും ബോധ്യങ്ങളിൽ തന്നെയാണോ? കയ്യിലിരിക്കുന്ന ചാഞ്ചാടുന്ന കുരുത്തോലയുടെ ബലമില്ലായ്മകളൊക്കെ നമുക്ക് തോന്നാറുണ്ടോ? പലപ്പോഴും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട മനുഷ്യനെ പോലെ, താളം തെറ്റുന്ന ജീവിതത്തിൻ്റെ ഉടമകളെപ്പോലെ, എവിടെയൊക്കെയോ ഇനി മാറിമറിയുന്ന ജീവിത പ്രയാസങ്ങൾക്കുള്ളിലെ വിശ്വാസം ക്ഷയിച്ചു പോകുന്ന മനുഷ്യരെ പോലെയൊക്കെ മാറുന്നുണ്ടെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തലായി മാറപ്പെടട്ടെ. രക്ഷകൻ അവനാണ്. നമ്മുടെ ജീവിതത്തിലൂടെ ഇനി അവൻ കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓരോ ഓർമ്മപ്പെടുത്തലുകളും തിരുനാളുകളുമൊക്കെ വീണ്ടും വീണ്ടും ആഴത്തിൽ ജീവിക്കുവാൻ, ആത്മീയതയിൽ ജീവിക്കുവാൻ, അർത്ഥപൂരിതമായി ജീവിക്കുവാൻ, അനുഗ്രഹത്തിൽ ജീവിക്കുവാനുള്ള ക്ഷണമാണ്. ആ ജനം എല്ലാ അർത്ഥത്തിലും അവനെ അവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ പാദങ്ങളിലേക്ക്, അവരുടെ പ്രയാണങ്ങളിലേക്ക്, പ്രയാസങ്ങളിലേക്ക് ക്ഷണിച്ചതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിനെ ക്ഷണിക്കാം. അവൻ നമ്മുടെ രക്ഷകനായി ഇനിയും ഉണ്ടാവട്ടെ. രക്ഷിക്കുവാൻ പോകുന്ന കരങ്ങളും നമ്മളെ സഹായിക്കാൻ പോകുന്ന മനസ്സുമുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ജീവിക്കാനുള്ള നമ്മുടെ ശക്തി. നാം തകർന്നു വീഴുമ്പോഴും, ബലഹീനനായി മാറുമ്പോഴും, സങ്കടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ആ സ്വരം വീണ്ടും കാതിൽ പതിക്കട്ടെ. ഇതാ ആ ലാളിത്യത്തിൽ കടന്നു വരുന്ന ക്രിസ്തു രക്ഷകൻ. ഓശാന, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയിൽ ഈ പുണ്യമായ ദിനങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ക്രിസ്തു കടന്നുപോയ വഴികളിലൂടെയൊക്കെ നമ്മളും നമ്മുടെ ജീവിതത്തിൻ്റെ ചെറു സഹനങ്ങളിലൂടെ, ചിന്തകളിലൂടെയൊക്കെ ഒന്ന് കടന്നു പോകുവാൻ, അങ്ങനെ ആ ഒരു ത്യാഗത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ, സ്നേഹത്തിൻ്റെ വില തിരിച്ചറിയുവാൻ, സമർപ്പണത്തിൻ്റെ പൂജ്യമായ അത്ഭുതങ്ങൾ നന്നായി ഉൾക്കൊള്ളുവാൻ നമ്മെ സഹായിക്കട്ടെ. ഓശാന തിരുനാളിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും. ആമീൻ.